അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മജഫദം സലമൽ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 28-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കഴിഞ്ഞുകൂടുകയാണ്. ആ കാലഘട്ടത്തിലാണ് മഹാനവറുകൾ സ്വപ്നവ്യാഖ്യാനം പറയാനുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നല്ലോ. ഒരു ദിവസം മിസ്രിലെ രാജാവായ അസീസ് രാജാവ്, അതായത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിലിലടക്കപ്പെട്ട രാജാവായ അസീസ് രാജാവ്, ആ അസീസ് രാജാവിനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി യമനിലെ ഒരു രാജാവ് അസീസ് രാജാവിൻ്റെ 2 ജോലിക്കാർ മുഖേന ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ആ കാര്യം ചെയ്യാൻ വേണ്ടി 2 ആളുകളെ അതിന് നിയോഗിച്ചു. അസീസ് രാജാവിൻ്റെ വേലക്കാരായ 2 ആളുകളെ, ഒന്ന് ഹബ്ബാസ്, മറ്റൊന്ന് സാഖി. ഇങ്ങനെ 2 അസീസ് രാജാവിൻ്റെ ജോലിക്കാരെ ഇന്ദിരാഗാന്ധിനെ വെടിവെച്ചെന്ന് കൊന്നതുപോലെ, ഇന്ദിരാഗാന്ധിൻ്റെ പണിക്കാരൻ തന്നെയാണല്ലോ ഇന്ദിരാഗാന്ധിനെ വെടിവെച്ചു കൊന്ന് എന്നതുപോലെ അസീസ് രാജാവിൻ്റെ 2 ജോലിക്കാരെ അതിനായി യമനിലെ രാജാവ് നിയോഗിക്കുകയാണ്. അങ്ങനെ രഹസ്യമായി അസീസ് രാജാവിനെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കുന്ന ആ വിവരം രഹസ്യമായി അസീസ് രാജാവ് അറിയുകയും അത് കാരണത്താൽ സാക്കിയെയും അതുപോലെ തന്നെ ഹബ്ബാസിനെയും യൂസുഫ് നബി അലൈഹിസ്സലാം കിടക്കുന്ന അതേ ജയിലിൽ അടക്കുകയുണ്ടായി. അവർ ആ ജയിലിൽ ഉണ്ട്. അങ്ങനെ മന്ദർ ജയിൽ കയറി വാസിക്കും കാലം പാർത്ത് മനമോരോ നീപർ 2 ആളും ചിന്തി ഉടൻ സാഖി നബിയിൽ ചെന്ന് ശരിയായി മനമുണ്ട് കാനിന്ദനിന്ന്. അപ്പം അങ്ങനെ ജയിലിൽ ഇവർ 2 പേരും, അസീസ് രാജാവിൻ്റെ 2 ജോലിക്കാർ ജയിലിൽ കഴിയുന്നുണ്ട്. ഒരു ദിവസം സാഖി ചെന്നുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കിനാവിൻ്റെ തഅ്ബീർ വ്യാഖ്യാനം പറയുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സാഖി എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞാനൊരു കിനാവ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ യൂസുഫ് നബി ചോദിച്ചു, എന്തേ കണ്ട കിനാവ് എന്ന്. ആന്തേ പോളുതാറ്റൽ നബി ചോടുന്നേ അതിനെ വിവരിത്ത് പറയുവീനൊന്നേ എൻ്റെ മോളിക്കാവൻ എന്നെ വിഞ്ഞിൻ്റെ ഏകാക്കൂടം വെറ്റി തലയിൽ എൻ്റെ കൊണ്ട് നടക്കുമ്പോൾ അസീസ് രാജാ കൂഫി അത് വാങ്ങി കുടിത്ത് ബേഷായി. ഞാൻ കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്തായാലും ശരി, അത് കുടത്തിലേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ അസീസ് രാജാവ് എൻ്റെ ഇരുന്ന് അത് വാങ്ങി കുടിച്ചു. ഇതാണ് സ്വപ്നം. ഇത് മഹാനായ അസീസ് രാജാവ് യൂസുഫ് നബി സാഖി എന്ന് പറയുന്ന അസീസ് രാജാവിൻ്റെ അടിമ, ജയിലിലൊക്കെ അടക്കപ്പെട്ട ആ വേലക്കാരൻ യൂസുഫ് നബിയോട് സ്വപ്നത്തിൻ്റെ പൊരുൾ പറഞ്ഞപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിൻ്റെ വ്യാഖ്യാനം പറയുകയാണ്. ബിണ്ട് നബി ജയിലിൽ നടുത്തെടുക്കും വീണ്ടും പഴയ ജോലിക്കുവതെ വെക്കും ചെണ്ടാപ്പണി നീയേറ്റെടുത്താലൊന്നേ ചിന്തിത്തനെ ഹാലൈ വിരുത്ത് ഒന്നേ. അപ്പം നിന്നെ ഉടൻ രാജാവ് ഇവിടുന്ന് ജയിൽ മോചിതനാക്കി നിന്നെ പഴയ ജോലിക്ക് തന്നെ തിരിച്ചെടുക്കുമെന്നാണ് നീ കണ്ട ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ന് മഹാനായ യൂസുഫ് നബി സാക്കിയോട് പറയുകയും മാത്രമല്ല സാക്കിയെ പറഞ്ഞതുപോലെ തന്നെ ഹബസിൽ നിന്നും തടവിൽ നിന്നും രാജാവ് മോചിപ്പിക്കുകയാണ്. അപ്പോൾ യൂസുഫ് നബി സാക്കിയോട് ഒരു കാര്യം കൂടി പറഞ്ഞേൽപ്പിച്ചു, ഏതായാലും നിന്നെ ജയിൽ മോചിതനാക്കും ഇപ്പം അടുത്ത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ.
അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തണം രാജാവിനോട്. ഇങ്ങനെ മിസ്രിലെ ഒരടിമ, ജയിലിലടക്കപ്പെട്ട ഒരടിമ, ഇബ്രാനിയായ അടിമ ഇവിടെ ജയിലിലുണ്ട് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ രാജാവ് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്നെ മോചിപ്പിക്കാത്തത്. അപ്പം നിന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ രാജാവിന് ഞാൻ ഇവിടെ വസിക്കുന്ന ആ ഒരു കാര്യം കൂടി ഒന്ന് ഉണർത്തണമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സാക്കിയോട് പറയുകയാണ്. അങ്ങനെ ക്രമപ്പാടി രാജൻ്റെ അരികെ പോയേ, കിളികൾ അത് കൊത്തി പറക്കലായേ, കരുണർ നബി ബിണ്ടെന്നൂനേതേ ഹാലേ, കഴുവിൻ പൂറം കയറ്റി കുലക്കും നാളെ. അപ്പം സാത്തി തൻ്റെ സ്വപ്നം യൂസുഫ് നബിയോട് വിശദീകരിച്ചപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, നിങ്ങളെ ജോലിക്ക്, പഴയ ജോലിക്ക് തിരിച്ചെടുക്കും രാജാവ്. രണ്ടാമത്തത് ഹബ്ബാസും ഇത് കേട്ടപ്പോൾ ഞാനും ഒന്നാണ് പറഞ്ഞാലോ, സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഹബ്ബാസനി ചെണ്ട് അപ്പണി നീ ഏറ്റെടുത്താലോ, പെരുത്തി ഉടൻ ഹബ്ബാസനി എടുത്ത് പെരികെ ഹുബൂസേറ്റി തലയിൽ വെത്ത്. ഞാൻ റൊട്ടി തലയിലേറ്റി പോകുമ്പോൾ ക്രമപ്പടി രാജൻ്റെ അരികെ പോയ കിളികൾ അത് കൊത്തി പറക്കലായി. അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ റൊട്ടി ഏറ്റിട്ട് ഇങ്ങനെ പോണ സമയത്താണ് കിളികൾ അത് കൊത്തി എടുത്ത് പറക്കണതാണ് ഞാൻ കണ്ടിക്കണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ഹബ്ബാസ് വെറുതെയാണ് പറഞ്ഞതാണ്. എന്തായാലും അതിന് വ്യാഖ്യാനം യൂസുഫ് നബി പറയണം. എന്താ പറഞ്ഞത്? കരുണർ നബി ബിണ്ടെന്നൂനേതേ ഹാലേ, കഴുവിൻ പൂറം കയറ്റി കൂരക്കും നാളെ, അരിമാ നബിയാരിൽ അവൻ കോപിത്തേ, അതുകൾ നിഷേധിച്ച് വെറുത്തുരത്തേ. അപ്പോൾ യൂസുഫ് നബി ഇതാണ് അതിന് തർജ്ജിമ, അതിന് വ്യാഖ്യാനം പറഞ്ഞത്. എന്നെ നാളെ ജയിലിൽ നിന്ന് മോചിതനാക്കി രാജാവ് എന്നെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ യൂസുഫ് നബിയോട് ദേഷ്യം വന്നു ഹബ്ബാസിന്. എന്തായാലും ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഹബ്ബാസ് പറയാണ് യൂസുഫ് നബിയോട്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, സാക്കി കണ്ട കിനാവിൻ്റെ പോലെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിലും ശരി, നിന്നെ നാളെ രാജാവ് ഹബസിൽ നിന്നെടുത്ത് ജയിലിൽ നിന്ന് മോചിതനാക്കി നിന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഊരത്തന്നെയുണ്ടും നിർത്തിട്ടില്ല ബിൻ്റെ മൊഴികൾ സർവതും കളവതാം, ഉടനെ നബിയരും വിരുത്തിവാദം നിന്നെ വധിക്കും ഉറച്ചുകൾ ശരിയതാം. അപ്പോൾ സാക്കി ഹബ്ബാസ് പറയണേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ കിനാവൊന്നും കണ്ടിട്ടില്ല, എന്തായാലും കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നെ നാളെ വധിക്കും എന്ന് യൂസുഫ് നബി പറഞ്ഞു. അങ്ങനെ ശരിക്കാ പടി പിറ്റേ ദിനമിൽ മഹാരാജൻ വിധിക്കത്തോറുകളെ എടുത്തിട്ടേ, തരുളറുരത്തെ പോൽ പൊളിയൻ ഹബ്ബാസിനെ പിടിത്തിട്ടുടൻ തൂക്കി കുലത്തിയിട്ടേ. അദ്ദേഹം സ്വപ്നം കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞതുപോലെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ പിറ്റേ ദിവസം സാക്കിനെ ഹബ്ബാസിനെ ജയിൽ മോചിതനാക്കുകയും അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ പിറകയന്തിനം സാക്കിയവനാ പഴയ ജോലി കെടുത്ത് നരവധി നിർത്തിയിട്ടേ, ബിരുത്തെ കലാമിനെ ഇറവൻ വിധി പോലെ മനമിന്നുടൻ സാക്കി മറന്നിട്ടേ. അങ്ങനെ സാക്കിനെ യൂസുഫ് നബിയും വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സാക്കിനെന്തായി, അസീസ് രാജാവ് പഴയ ജോലിക്ക് തന്നെ തിരിച്ചെടുക്കുകയും അങ്ങനെ പഴയ ജോലിയിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു. ചുരുക്കി പറയാം, അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാക്കിനോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, നിങ്ങളെ പഴയ ജോലിക്ക് രാജാവ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ജയിലിലുള്ള കാര്യം ഒന്ന് രാജാവിനോട് പറയണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സാക്കി അത് മറന്നുപോയി, മനുഷ്യനാണല്ലോ. സാക്കി ആ പഴയ ജോലിയിൽ ഏർപ്പെട്ടു. യൂസുഫ് പറഞ്ഞ വിവരം രാജാവിനോട് ധരിപ്പിക്കാൻ മറന്നുപോയി. ഏതായാലും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹദറത്തിലേക്ക് ജയിലിലേക്ക് വരികയാണ്. എന്തിനെ എന്ന് കവി തന്നെ വിവരിക്കട്ടെ. ഉമ്മതിൽ പല തരം വിവരങ്ങളും കേൾപ്പാൻ
വിധിയുണ്ടാരിമ പൊന്നബിയരേ ഉടനെ പാരൻ വിധിയിരിക്കും വിധം എന്നിൽ ഇസ് അൽ ശരിക്കുങ്കൾ സിനഹരേ കുഫത്ത പൊള്ളുതും ബറുമൈകളുടെ ജദ് കരുണർ ഇബ്രാഹിം നബിയരേ കൊടിയ നരിഭാഗം എറിந்த ദിനം രക്ഷപ്പെടുത്തതാരാണറ്റത്തരുളരേ. അപ്പോൾ ജിബിരിയിൽ വന്നിട്ട് സലാം പറഞ്ഞ യൂസുഫ് നബിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് നിങ്ങൾ ശരിയായ മറുപടി പറഞ്ഞു തരണം. അതിനാണിപ്പോൾ പടച്ചോൻ നിങ്ങളേത്തേക്ക് എന്നെ പറഞ്ഞയച്ചിക്കണമെന്ന് മഹാനായ മുഖറബുലമിലാക്ക് മലക്ക് ജിബിരിയിൽ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നിങ്ങളെന്താ ചോദിച്ചോളി, ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ജിബിരിയിൽ ചോദിച്ചു, മഹാനായ നിങ്ങളുടെ ജദ്ദായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തീക്കുണ്ടാരത്തിലിട്ടില്ലേ? തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത് ആരാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അഭയമ്മറുകളിൽ കൊടുത്തതനെ റബ്ബ് ദുരത്ത പൊളുതിന്നും അഴിസിൻ്റെ അമിത എതിരതിന്നബുവെ മറഞ്ഞതാർ അതിനും ഇറയവനുരത്തൻ്റെ. അത് റബ്ബാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അള്ളാഹുവാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ സഹോദരനായ ഐസ് പണ്ട് പകയുമായി നടന്നപ്പോൾ ഐസിൻ്റെ തന്ത്രത്തിൽ നിന്നും ഐസ് കൊലപ്പെടുത്തുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, ഐസിനെ കൊലപ്പെടുത്തിയ ഐസ് നിങ്ങളുടെ വാപ്പയായിരിക്കുന്ന യാക്കൂബും ഐസും പ്രശ്നത്തിലായപ്പോൾ ഐസിൽ നിന്ന് യാക്കൂബിനെ രക്ഷപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അത് റബ്ബന്നെയാണെന്ന് പറഞ്ഞു. അമിതയെതിരതിന്നബുവെ മറഞ്ഞതാർ അതിനും ഇറയവനുരത്തൻ്റെ നബിയെ ഉമൈകളെ ആഹികൾ വാദിപ്പാനായി കൊടുമ കിണറകമെറിഞ്ഞില്ലേ? നബിൻ്റെ ദിനം രക്ഷപ്പെടുത്തിയെടുത്തതാരതിയിന്നുമൈകളെന്നറിഞ്ഞില്ലേ? അപ്പം മൂന്ന് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു. ഒന്ന്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഐസ് വധിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നിരുന്ന കാലത്ത് ആരാണ് അത് രക്ഷിച്ചത് ചോദിച്ചു. അള്ളേന്ന് പറഞ്ഞു. തീക്കുണ്ടാരത്തിൽ നിങ്ങളെ ജദ്ദിനെ അഥവാ വല്യാപ്പാനെ ഇബ്രാഹിം നബിനെ രക്ഷിച്ചത് അതും അള്ളേണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളെ കിണറിൽ ജുബുൽ അസീൽ എറിഞ്ഞപ്പോൾ അവിടുന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ആരാ? അതും അള്ളേന്ന് പറഞ്ഞു. ഈ ചോദ്യങ്ങളൊക്കെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ മറുപടി അള്ളേണെന്ന് യൂസുഫ് നബി പറഞ്ഞു. ആ സമയത്തറിവെന്നിലുണ്ട് ജിബിരിയിലെ അപകടമിന്നാഭയത്തെ അത് പൊള്ളുതമ്പൻ കൊടുത്തെന്നെ അതിനിമയവരും അവനിയിൽ നബിയെ നെറുക്കും നേ. ഇങ്ങനെയൊക്കെയും കാട്ടിക്കൂട്ടിയത് അള്ളയാണ്, ഒരൊക്കെ രക്ഷപ്പെടുത്തിയത് അള്ളയാണെന്ന് യൂസുഫ് നബി അറിയിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു പണി ചെയ്തു. എന്താ ചെയ്തത്? ആ ജയിലിൻ്റെ മുൻഭാഗത്തൊരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം തൻ്റെ ചിറക് കൊണ്ടൊരു അടിച്ചു എന്ന് മാത്രമല്ല പാറങ്ങട്ട് പിളർന്നു എന്ന് മാത്രമല്ല പാറൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം പുറത്തേക്ക് വരും. എന്താണത്? തരളിത പാറ പിളർന്നിട്ട് വെളിയടിയിൽ വന്നോരു ജീവി ദർശന ചെയ്ത് നബിയമ്മേ ഒരിലട കണ്ടം താളിറുകാടി ചതിരിക്കും നേ. ജിബ്രീൽ അലൈഹിസ്സലാം ആ പാറയിലൊരു അടിയടിച്ചപ്പോൾ പാറ പിളർന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തളിര് പച്ച കതിര് ഇങ്ങനെ തൊള്ളയിൽ വെച്ചിട്ട് കടിച്ച് പിടിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു ജീവി, ഒരു പച്ചിക്കുട്ടി, ഒരു പക്ഷിക്കുട്ടി, ഒരു കിളിക്കുട്ടി എന്താണ് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ജിബ്രീൽ ചോദിക്കുകയാണ്, തരുളരിൽ വിന്നർ ഊരത്തല്ല ശരാശരങ്ങളിലും വേണ്ട സർവ്വതും റഹ്മാൻ കൊടുക്കുന്നേ.
ഇറൈവൻ സഹവായി സംസരണം പാർത്തുമൈ അമ്മേ. ജിബിരിയിൽ അതും കൂടി കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു അടുത്ത ചോദ്യം, നാലാമത്തെ ഒരു ചോദ്യം എന്താണ്? ഇതിലാരാണ് ഭക്ഷണം നൽകണമെന്ന് ചോദിച്ചു. ഈ പാറൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ കിളിക്ക് നല്ല സുന്ദരമായ തളിര് എൻ്റെ ചുണ്ടിൽ കൊത്തിപ്പിടിച്ചിട്ടാണ് അത് പുറത്തേക്ക് വന്നത്, പാറൻ്റെ ഉള്ളിൽ നിന്നേ. ഇതിനാരാണ് ഭക്ഷണം നൽകുന്നത് യൂസുഫേ? ഇതിനെപ്പോലും നിയന്ത്രിക്കുന്ന ഈ പാറൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ കിളിയെ, ആ കിളിക്ക് പോലും ഭക്ഷണം നൽകുന്ന റബ്ബ് എല്ലാം അറിയുന്നുണ്ട് യൂസുഫേ. പിന്നെ എന്തിനാണ് നീ ജയിൽ മോചിതനായ സാക്കിയോട് എൻ്റെ കാര്യം അസീസ് രാജാവിനോട് ധരിപ്പിക്കണമെന്ന് പറഞ്ഞതെന്തിനാണ്? എല്ലാം അള്ളാഹു അറിയുന്നില്ല യൂസുഫേ. അതുകൊണ്ട് നിനക്ക് 2 വർഷം കൂടി ജയിലിൽ നിന്ന് ഈ വർഷം നിന്നെ മോചിപ്പിക്കേണ്ടതായിരുന്നു 5 വർഷം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ കാരണത്താൽ എൻ്റെ കാര്യം കൂടി രാജാവിനെ ഒന്നുണർത്തണം, മറന്നുപോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ കാരണത്താൽ 2 വർഷം കൂടി നീ ജയിലിൽ കിടക്കണമെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതാ അവിടുന്ന് പറയുകയാണ്. ഈ സമയം പരപരനെ നീ എന്നിൽ വന്തേ പിഴവുകളൊക്കെ പോറുത്തിട്ട് മതിയതിൽ നിൻ്റെ എന്നെ കരുണനെ ചോരിത്ത് പരസുഗന്നൽ ഗനിൽ ഇന്നേ ഇരവുകളോതി ഇബാദത്തിൽ നബിസ്വലായിട്ടിരിന്താര് 20 വർഷം പോയി അന്ന് കഴിന്താനെ നരവധി ഒരു നാൾ ഇരവിലെ പാത്തൊരു മനമാണേ. സാക്കിയോട് എൻ്റെ കാര്യം രാജാവിനെ ഉണർത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് കാരണത്താൽ 2 വർഷം കൂടി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ 7 വർഷം പൂർത്തിയാക്കി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് ഇറങ്ങുമോ ഇല്ലയോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി വിവരിക്കുകയാണ്. മനാമിനെ നർത്തുടൻ മഹാരാജൻ അസീസ ഭയപ്പെട്ട് ഉറക്കിൽ നിന്നെണി വിത്ത് ബലീസാം കിനാവിൻ്റെ താഴ്ബിറുകൾ മോളിവോരാ വിളിത്തെ കിടുങ്ങിക്കണ്ടതുപോലെ അരശനന്നുരത്തേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അസീസ് രാജാവ് തന്നെ ഒരു കിനാവ് കാണുന്നത്. ആ കിനാവ് കണ്ടപ്പോൾ ഉടനെ തന്നെ തൻ്റെ കോട്ടയിലുണ്ടായിരുന്ന, തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ജ്യോത്സ്യന്മാരൊക്കെ വിളിച്ചു വരുത്തി. കിനാവിൻ്റെ തഹ്ബീർ പറയുന്ന ആളുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സാക്കി ഓടി വന്നിട്ട് പറഞ്ഞ്, കിനാവിൻ്റെ തഹ്ബീർ വ്യാഖ്യാനം പറയുന്ന സുന്ദരനായ ഒരടിമ മിസ്റിൻ്റെ ജയിലിൽ വസിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത സാക്കി അസീസ് രാജാവിനോട് പറഞ്ഞത് കേൾക്കേണ്ട താമസം അസീസ് രാജാവതാ പുറത്താക്കി ചില്ലറുകള ഒലബാലെ ബാധിത്തെ പൊതുവെ ജോത്സ്യർക്കന്ന് ജയിൽ രാജൻ വീതിത്ത്. അസീസ് രാജാവ് ഈ സ്വപ്നം കണ്ടപ്പോൾ അതിന് വ്യാഖ്യാനം പറയാൻ ആർക്കും അറിയണില്ല, ആകെ സ്വീപ്പായി. അപ്പോൾ അത് കാരണത്താൽ ദേഷ്യം വന്നിട്ട് അസീസ് രാജാവ് ചിലരെ പുറത്താക്കി പണിയിൽ നിന്ന് പിരിച്ചു വിട്ടു, ചിലരെന്തായി ജയിലിൽ അടച്ചു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാക്കി ഓടി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇബ്രാനിയായ ഒരു അടിമ അവിടെ എന്തുണ്ട്, പറഞ്ഞവൻ മഹാരാജ ഇബ്രാനി അടിമ മനാമിന്ന് താഴ്ബിറുകൾ മൊളിന്തിടും നിജമാ മൊളിയുന്ന അതുർപ്പമ്മിന്നെനക്കനുഭവമാ പുതുമ കണ്ടിടും എന്ന് ആയക്കോരിൽ ക്ഷണമാ. അങ്ങ് ജയിലിലിട്ട ഇബ്രാനിയായ അടിമ സ്വപ്ന വ്യാഖ്യാനം പറയും, എനിക്കത് അനുഭവമാണ് എന്ന് സാക്കി പറയുകയും അങ്ങനെ താൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നതിന് വേണ്ടി, അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി അതാ രാജാവ് എന്താണ് ചെയ്യുന്നത് എന്ന്
നമുക്ക് അടുത്ത എപ്പിസോഡിലെ വിവരിക്കാനാവൂ. അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം.